ഈ ഡൽഹിയിലെ ഭീകരാക്രമണം, ചാവേർ ആക്രമണം അല്ല, ഇപ്പോൾ ചാവേർ ആക്രമണമല്ല, വേറൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ടു പോകുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ച് എന്ന് ഇതുവരെ പറഞ്ഞു നിർത്തിയിരിക്കുന്ന ആ ദുരന്തത്തിൽ കേരളത്തിലെ വിശുദ്ധ പശുക്കളിൽ ഒരാളായ മാധ്യമപ്രവർത്തകൻ അരുൺകുമാറും ഒക്കെ വൈറ്റ് കോളർ ഭീകരർ എന്നൊക്കെ പറയുന്ന പുതിയ ഒരു കാറ്റഗറിയെ അടയാളപ്പെടുത്തി അതിൻ്റെ മേൽ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി അങ്ങ് തുടങ്ങി. എന്നിട്ട് അരുൺകുമാറിൻ്റെ ധാർമ്മിക ഉപദേശമുണ്ടല്ലോ, ഏത് ധാർമ്മിക ഉപദേശം? സ്വയം പോക്സോ കേസിൽപ്പെട്ടപ്പോഴും സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടിക്ക് പീഡനം സഹിക്കേണ്ടി വന്നപ്പോഴും പിന്നെ അതുകൂടാതെ മറ്റു പല സന്ദർഭങ്ങളിലും ഒന്നും കാണാത്തതും ചില സന്ദർഭങ്ങളിൽ മാത്രം പെതിയെ പൊന്തി വരുന്നതുമായ ധാർമ്മികത വെച്ച് ഒരു ഉപദേശവും അങ്ങ് നടത്തി. ആ ഉപദേശം വേറൊന്നുമല്ല, നമ്മളിനി പ്രൊഫഷണലായ ആളുകളെയൊക്കെ കാണുമ്പോൾ അതിൽ വൈറ്റ് കോളർ ഭീകരർ ഉണ്ടോ എന്ന് വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കാണേണ്ടത് വളരെ അത്യാവശ്യമുള്ള സമൂഹത്തിന് ഗുണകരമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഇപ്പോൾ ഇത് ചെയ്യുന്നത് ആൻറ്റോ മുതലാളിക്ക് ഈ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു ചെറിയ ക്ഷീണം ഡൽഹിയിൽ നിന്ന് ഭയക്കുന്നുണ്ട്. അപ്പോൾ അത് മൂടണമെങ്കിൽ പുള്ളിയുടെ കങ്കാണിയും പുള്ളിയുടെ എന്താ പറയുന്നത്, നമ്മളിലെ കളിപ്പാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ അത് സ്ക്രൂ കൊടുക്കുമ്പോൾ ആടുന്ന വലിയ രാജഭക്തി പ്രകടിപ്പിക്കുന്ന അവസരവാദിയായ ഇയാൾ അതിന് മണിയടിക്കാൻ വേണ്ടി ഒരു സംഗതി ഉണ്ടാക്കുന്നതാണ്. അയാളോടൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം അയാളൊക്കെ ഈ ഉപജീവന മാർഗ തൊഴിലാളികളാണ്. ഓരോ സ്ഥാപനത്തിലിരിക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ന്യായങ്ങളും ചട്ടങ്ങളും അല്ലാതെ അതിനപ്പുറത്ത് ഈ മാധ്യമപ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു ധാർമ്മികത കാണുന്ന ഒരാളായിരുന്നെങ്കിൽ ആൻറ്റോ മുതലാളിയുടെ ശമ്പളത്തിന് ഒരിടത്തിരുന്ന് അത്രമേൽ തെറി ആൻറ്റോ മുതലാളിയെ വിളിച്ചിട്ട് അവിടെ പോയി ഇരിക്കില്ലായിരുന്നു. അതിലൊന്നും യാതൊരു കാര്യമുള്ളതല്ല. പക്ഷേ ഇയാളുടെയും ഇതുപോലെ നിർമ്മിക്കുന്ന വാർത്തകളുടെയും ഒക്കെ ചില ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കണ്ടുപോകേണ്ടതുണ്ട്. ഈ വൈറ്റ് കോളർ ക്രൈം എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ചില ആളുകളെ ആഘോഷിച്ചിട്ട് പിന്നീട് ഒന്നുമില്ലാതാക്കി പുറത്തുവിട്ട സംഭവങ്ങളുടെ സമീപകാല ചരിത്രം വരെ നോക്കുമ്പോൾ ഒരു നിഷ്പക്ഷതയിൽ നോക്കുന്ന ആൾക്ക് തുള്ളാൻ വരട്ടെ, ചാടാൻ വരട്ടെ, വിധി വരട്ടെ എന്ന് പറഞ്ഞിരിക്കൽ മാത്രമേ നിർവാഹമുള്ളൂ. കാരണം അതിനൊരുപാട് ചരിത്രമുണ്ട്. ഇത്തരം പേരുകൾക്കും പ്രൊഫഷണലുകൾക്കും നേരെ നടന്ന പല സംഗതികൾ. 2007 ഡോക്ടർ ഹനീഫ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബോൺ ഡോക്ടറെ ക്യൂൻസ്ലൻഡിൽ ഓസ്ട്രേലിയയിൽ വെച്ച് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകളെ കാണാനായി നാട്ടിലേക്ക് തിരിക്കാൻ പോകുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്നറിയോ? അവിടുത്തെ ഭീകരപ്രവർത്തനത്തെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട്. അന്ന് ഒരുപാട് മാധ്യമങ്ങളൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ, സാമൂഹ്യ മാധ്യമങ്ങൾ തീരെയില്ല. എന്നിട്ടും അതിലൂടെ വെച്ച് കത്തിച്ച് അവസാനം എന്തായെന്നറിയോ? 12 ദിവസം അയാളെ ജയിലിലിട്ടു. 12ാമത്തെ ദിവസം ഓസ്ട്രേലിയൻ അന്വേഷണ ഏജൻസി അന്വേഷിച്ചു. എന്തിനാണ് അദ്ദേഹത്തിന് ജയിലിലിട്ടതെന്നറിയോ? ക്യൂൻസ്ലൻഡിലെ ഗ്ലാസ്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തും ലണ്ടനിലും അന്നൊരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. ആ അറ്റാക്ക് ഉണ്ടായപ്പോൾ അവിടെ കത്തിയെരിഞ്ഞ ജീപ്പിൽ ഒരു സിം കാർഡ് ഉണ്ടായിരുന്നു. ആ സിം കാർഡ് ഡോക്ടർ മുഹമ്മദ് ഹനീഫിൻ്റെ പേരിലാണെന്നറിഞ്ഞാണ് അദ്ദേഹത്തെ ഡീറ്റെയിൻ ചെയ്തത്. ഒരുപാട് പേര് ആഘോഷിച്ചു. പക്ഷേ 12 ദിവസം കഴിഞ്ഞപ്പോൾ ആ സിം കാർഡ് തൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നും അത് എങ്ങും പോയിട്ടില്ല എന്നും തിരിച്ചറിഞ്ഞ അവർ മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തെ കടത്തിവിട്ടു. അത് 12 ദിവസം കൊണ്ട് കഴിഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചാൽ വേറെ കാര്യം കൊണ്ടൊന്നുമല്ല. 12 ദിവസം കൊണ്ട് ഓസ്ട്രേലിയ ആയതുകൊണ്ട് അങ്ങനെ നടന്നു. ഇന്ത്യയിലാണെങ്കിൽ അത് 12 വർഷം എടുക്കും. ഈ 12 വർഷത്തിനിടയിൽ ഇതുപോലെ അരുൺകുമാറിനെ പോലെ വലിയ മതേതരവാദി എന്ന് വിചാരിക്കുന്ന എല്ലാ വംശീയതയും ഉള്ളിലുള്ള ജന്തുക്കൾ മുതൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്ന വിവിധതരം ജന്തുക്കൾ വരെയുള്ളവരുടെ ആക്രമണങ്ങൾക്കെല്ലാം ഈ സമൂഹവും സമുദായവും വംശീയ ആക്രമണവും എല്ലാം സഹിക്കേണ്ടി വരും. ഇനി ഇന്ത്യയിലെ ഒരു ചരിത്രം, ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹൈ. ഈ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹൈ എന്ന് പറയുന്ന ആൾ ജോധ്പൂർ ജയ്നാരായൺ വ്യാസ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തെ 2001 രാത്രിയിൽ അറസ്റ്റ് ചെയ്തു. 2001 രാത്രിയിൽ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്നറിയാമോ? യഥാർത്ഥത്തിൽ അദ്ദേഹം സംസ്ഥാന മന്ത്രി പങ്കെടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സെമിനാറിന് പോകാൻ പോകുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണം അദ്ദേഹം അന്ന് പാർലമെൻറ്റ് ആക്രമണത്തിൽ ഒരു മുഖ്യ ആസൂത്രകനായിരുന്നു എന്ന് പറഞ്ഞാണ്. 2001 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 2001 അറസ്റ്റ് ചെയ്തിട്ട്
19 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെയും 126 പേരെയും പുറത്തുവിട്ടു. 126 പേരെ 19 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 2001 അറസ്റ്റ് ചെയ്ത ആളിനെ പുറത്തു വിടുന്നത് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ കാലത്ത് 2020 അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ UPA ആണ് ഭരിക്കുന്നത്. പക്ഷേ ഇര എന്ന് പറയുന്നത് UPA ഭരിക്കുമ്പോഴും NDA ഭരിക്കുമ്പോഴുമെല്ലാം ഇതിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ അന്ന് ഈ കേന്ദ്ര സർക്കാർ ഇതുപോലെ ഇല്ലാത്തതുകൊണ്ട് അത് മുതലാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ അരുൺകുമാറിനെ പോലെയുള്ളവരും പിന്നെ വിദ്വേഷം വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ജീവികളൊന്നും സാമൂഹ്യ മാധ്യമത്തിലൊന്നും കാണാനില്ലായിരുന്നു. അത്തരം വിഷജന്തുക്കളൊക്കെ കാട്ടിലോ മൃഗശാലയിലോ ആയിരുന്നു. ഇതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത. തീർന്നില്ല, ഇനിയുണ്ട് മറ്റൊരു കഥ. ഈ ചിത്രത്തിൽ കാണുന്നവർ അവരുടെ പേരുകൾ ഡോക്ടർ ഫറൂഖ് മഖ്ദൂമി, റയീസ് അൻസാരി, സൽമാൻ ഫാരിസി എന്നിവരാണ്. അവരെ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്നറിയോ? 2006 മലേഗാവ് ജുമാ നടക്കവേ അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? ഇവർ മുസ്ലിം വിഭാഗത്തിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ സുന്നികളുടെ ജുമാ നമസ്കാരത്തിൽ ചില ഷിയാക്കളായ ആളുകൾ ബോധപൂർവം ഈ രാജ്യത്ത് RSSകാരാണ് ഈ വിഷയം ഉണ്ടാക്കുന്നതെന്ന് വരുത്താൻ വേണ്ടി ഇവരാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് എഴുതിയതിനും ഈ ബുർക്ക ധരിച്ചു കൊണ്ടുപോയി ഒരു ഹിന്ദുക്കളുടെ പ്രാർത്ഥനാ ജാഥയിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയതിനും അറസ്റ്റ് ചെയ്തില്ലേ തീവ്ര ഹിന്ദുത്വ ഭീകരന്മാരെ? അതുപോലെയാണ് എന്ന് പറഞ്ഞൊരു നെറേറ്റീവ് ഉണ്ടാക്കിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 2016 വരെ 10 കൊല്ലം ഇവരെ ജയിലിലിട്ടിരുന്നു. ജയിലിലിട്ട് കഴിഞ്ഞ് കണ്ടുപിടിച്ചെന്താണെന്നറിയോ? ഈ പറയുന്ന വിവിധ തരം കേസുകളിൽ അസീമാനന്ദയും പ്രഗ്യാസിംഗുമാണ് ഇതിന് കാരണക്കാരെന്നും സുരേഷ് പുരോഹിത് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സേനയിലെ ഉദ്യോഗസ്ഥനാണ് ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് NIA അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യർ 10 വർഷത്തിന് ശേഷം പുറത്തിറങ്ങി നിൽക്കുന്ന ചിത്രമാണിത്. കേട്ടോ, അരുൺകുമാറേ ഇറങ്ങി നിൽക്കുക 10 വർഷം കഴിഞ്ഞിട്ട്. ഇതും വൈറ്റ് കോളറുകാരാ. ആദ്യം പറഞ്ഞ ഡോക്ടർ അബ്ദുൽ ഹയ്യും വൈറ്റ് കോളറാ, ഡോക്ടർ മുഹമ്മദ് ഹനീഫും വൈറ്റ് കോളറാ. പക്ഷേ മുഹമ്മദ് ഹനീഫിൽ അജണ്ടയില്ലായിരുന്നു, അതുകൊണ്ട് 12 ദിവസം കൊണ്ട് പുറത്തു വന്നു. ഇത് അറസ്റ്റ് ചെയ്തവരുടെ കഥയാണ്. ഇങ്ങനെ എത്രയോ കേസുകളിലാണ് ഇതുപോലെ ആളുകളെ പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം അറിയണോ? UAPA കേസിൽ AIയോട് ചോദിച്ചാൽ മതി, ഇപ്പോൾ വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. AI വളരെ കൃത്യമായിട്ട് പറയും. അതായത് അക്വിറ്റൽസ് ഇൻ ടെറർ കേസസ് ഇൻ ഇന്ത്യ ആർ നോട്ട് അൺകോമൺ ആസ് ദ കൺവിക്ഷൻ റേറ്റ് ഫോർ സ്ട്രിഞ്ചൻറ്റ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് UPA ഹാസ് ഹിസ്റ്റോറിക്കലി ബീൻ ലോ എറൗണ്ട് 2%. അതായത് UPA കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം 2%. മെനി അക്യൂസ്ഡ് പേഴ്സൺസ് ആർ അക്വേറ്റഡ് ആഫ്റ്റർ ലോങ് പീരീഡ്സ് ഓഫ് ഡിറ്റൻഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് എവിഡൻസ്. അതാണ്. ബട്ട് സ്പെസിഫിക് പബ്ലിക് റെക്കോർഡ്സ് ഓഫൺ ഫോക്കസ് ഓൺ മോർ ഹൈ പ്രൊഫൈൽ അറസ്റ്റ് ആൻഡ് കൺവിക്ഷൻസ്. അതായത് പബ്ലിക്കിന് മുന്നിൽ വളരെ കാടിളക്കിയുള്ള അറസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും നടക്കുന്നതല്ലാതെ വെറും 2% ആളുകളെ മാത്രമാണ് ശിക്ഷിക്കുന്നത്. ഈ അടുത്ത സമയത്ത് മുംബൈയിൽ അവിടെ ഉണ്ടായ ട്രെയിൻ ബോംബ് ആക്രമണത്തിൽ പ്രതികളാക്കി പിടിച്ചുകൊണ്ട് പോയ 3-4 മുസ്ലിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയ ആൾ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന ആ കോടതി വിധിയും കൊണ്ട് കബറിടത്തിൽ വന്ന് അവരുടെ ബന്ധുക്കൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം പുറത്ത് കണ്ടായിരുന്നു. അരുൺകുമാർ കണ്ടോ? അതുപോലെ ഈ അലമുറയിടുന്ന വിദ്വേഷികൾ കണ്ടോ? ഇതാണ് അതിൻ്റെ ചരിത്രം. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് കോളർ ഉണ്ടാക്കൽ ഭയങ്കര ഉണ്ടാക്കലാണ് എന്നുള്ള ചരിത്രം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ചിത്രം. 19 വർഷത്തിന് ശേഷവും 10 വർഷത്തിന് ശേഷവും ഇതുപോലെ ഒരുപാട് മനുഷ്യരെ പുറത്തുവിട്ട കേസുകളുടെ ഒരു നിര തന്നെയുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് ലെറ്റസ് വെയിറ്റ്. അതിനു മുമ്പ് വല്ലതും തിന്നാൻ വേണ്ടി ഇതുപോലുള്ള വാർത്ത ഉണ്ടാക്കി വലിയ മിടുക്കനായി കേമനായി വംശീയതയും മനുഷ്യത്വ വിരുദ്ധതയും വർഗീയതയും പ്രചരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ആ പണിക്ക് അധിക വരുമാനം കിട്ടുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പാട്ടയും കൊണ്ട് വൈകിട്ട് തിരുവനന്തപുരത്തൊക്കെ ഇറങ്ങിയാൽ ചില വൃത്തിയാക്കലുകൾ കിട്ടും. അത് ചെയ്യുന്നതാവും കൂടുതൽ ഉചിതമാവുക. പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.